കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഇന്നും ഒരു കൗതുകമുള്ള നടിയിൽ തന്നെയാട്ടോ. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത വലിച്ചെറിയുന്ന നമുക്ക് ഭാരമുള്ള, നമുക്ക് തലവേദനയുള്ള കുപ്പികളില്ലേ, മല പോലെ കുന്നുകൂട്ടി നിൽക്കുന്ന കുപ്പികൾ, ആ കുപ്പികളെ കൊണ്ട് ഞാൻ കിടില സംഭവം ഉണ്ടാക്കാൻ പോവാട്ടോ. നമുക്ക് 365 ദിവസവും വിളവെടുക്കാൻ പറ്റുന്ന സൈസ് പച്ചക്കറി അതിലുണ്ടാക്കാൻ പോവുക ഞാൻ കേട്ടോ. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ആ കുപ്പി ഞാൻ കൃഷിക്ക് വേണ്ടി പോട്ടാക്കി മാറ്റുന്നതും ഒക്കെ ഈസിയാണ്, വളരെ ഈസിയാണ്. ഒരു ചില്ലിക്കാശ് മുടക്കില്ലാത്ത ഒരു സംഭവം അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ആരെ വീട്ടിലൊന്നും ഇല്ലാന്നൊക്കെ, എന്നാലും നിങ്ങൾ വെറുതെ രാവിലെ ഈവനിങ് വാക്ക് തെറ്റിപ്പോകുന്നതാണ്. രാവിലത്തെ സവാരി ഇല്ലേ, ആ സവാരി ഇങ്ങനെ നടന്നു പോയാൽ ഉണ്ടാവും റോട്ടുമിൽ അവിടെ ഇവിടെയൊക്കെ കുപ്പി നിൽക്കുന്നു. നിങ്ങൾ ചെയ്യുന്നൊരു സേവനം കൂടിയായിരിക്കും, നമുക്കാണ് ഒരു അനുഗ്രഹവും. അങ്ങനെ ഞാൻ ആ കുപ്പി കൊണ്ട് കൃഷി ചെയ്യാൻ പോകാം കേട്ടോ. എന്നാൽ വരിങ്ങ് കാണിക്കാൻ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഉപകാരപ്രദമുള്ളൊരു വീഡിയോ അന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നാൽ വിനി ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് കാണിക്കുന്ന ഇതാ കുറേ കുപ്പികൾ, വേണ്ടാത്ത വലിയ വലിയ കുപ്പികൾ. അതിൻ്റെ പള്ളഭാഗം, ഈ പള്ളഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഞങ്ങളെ മുമ്പിൽ ഇത് കാണിക്കാത്ത എന്താ അറിയോ, ഇത് ഞാൻ 2 കൊല്ലം മുമ്പേ കട്ട് ചെയ്ത് കൃഷി എടുത്തതാണ്. കൊല്ലമൊക്കെ ഞാൻ കൃഷിയിൽ നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റി അങ്ങനെ 2 കൊല്ലത്തെ കൃഷി കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുപ്പി നല്ല മിടുക്ക് പോലെ ഉണ്ടാവും, ഒന്നും ആവൂല. അതിൻ്റെ കയറും പോയി, അതിൻ്റെ ചെടിയും പോയി. എന്നിട്ടിപ്പോൾ നമ്മൾ ഫ്രഷ് നടാം. നമുക്കിങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ തോട്ടത്തിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഇതിലേക്ക് ഒന്നാമത് വെള്ളം ഇറങ്ങൂല, ഭൂമിക്ക് വെള്ളം ഇറങ്ങണില്ല, അത് ആവില്ല. പിന്നെ പോരാത്ത വെള്ളം കെട്ടി നിൽക്കും ഇതിൽ. ആ കെട്ടി നിന്നാൽ അതിൽ കൊതുക് വരും. കൊതുക് വന്നാൽ പിന്നത്തെ പ്രയാസം പറയണ്ടല്ലോ, പല രോഗങ്ങളും, നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കുപ്പിയിലെ വെള്ളം മറിക്കുക, ചിരട്ടയിലെ വെള്ളം മറിക്കുക എന്നാണല്ലോ പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുപ്പി കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായ എല്ലാ ദിവസവും വിളവെടുക്കാൻ പറ്റിയ പച്ചക്കറി അങ്ങ് നട്ടാൽ 2 ഉപകാരമുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചതിൻ്റെ ബാക്കി, അതുകൊണ്ട് നിങ്ങൾക്ക് വൃത്തി അത്ര പ്രതീക്ഷിക്കേണ്ട കേട്ടോ. എന്നാലും ഞാൻ തേച്ച് വയ്ക്കിയതാ കുറച്ച് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഹോൾസ് ഇട്ടിന്, ഇവിടെ ഒരു ഹോൾസ്, ഇവിടെ ഒരു ഹോൾസ്, എല്ലാത്തിനും ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കെട്ടി തൂക്കണം. ഇങ്ങനെ ഞാൻ ഇങ്ങനെ തട്ടി കെട്ടി തൂക്കുക. എന്നാൽ ഒരു കുറഞ്ഞ സ്ഥലം മതി, സ്ഥലമല്ലോ എന്ന് പറയുന്നവർക്കൊക്കെ ഉപകാരമുള്ളതാണ് ഇത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയാൽ ഇങ്ങനെ താന്ന് ഇങ്ങനെ ഇട്ട് ഒന്നിൽ നനച്ചാൽ മതി, താഴോട്ടൊക്കെ വരും ചെയ്യും. നമുക്ക് തുടങ്ങാം കേട്ടോ. ഹോൾസ് ഉണ്ട്. ഫസ്റ്റിൽ ഞാൻ നടുന്ന ഏതാണെന്നറിയോ, കാണിച്ചു തരാം. ഞാൻ ഓരോറ്റ തരം പച്ചക്കറി അല്ല നടുന്നത്, പലതരം പച്ചക്കറി ഇന്ന് നടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നടുന്നത്, ഞാൻ കറി വെക്കാൻ കൊണ്ടുവച്ച ഉള്ളില്ലേ, ഈ ഉള്ളി, ചെറിയുള്ളി, ചീനുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഉള്ളി മുളച്ച് പോയി. ആ ഉള്ളി ഞാൻ ഇതിൽ നടാൻ പോകുക കേട്ടോ. ഉള്ളിക്ക് ധാരാളം ഈ ഒരു വീതി, ഈ ഒരു താഴ്ചയും ഉള്ളിക്ക് ധാരാളം. ഒരു ഉള്ളിയിൽ തന്നെ നമുക്ക് 8 എണ്ണമൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് നിറച്ച് ഉള്ളി നല്ല പൊട്ടി മിക്സ് ആണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അടപ്പ് ഊരിയിട്ടില്ല. അതിലേക്ക് ഞാൻ വെയിറ്റ് കുറയാനാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. വെയിറ്റ് കുറഞ്ഞ ഹാങ് ചെയ്യുന്നതാണ്. വെയിറ്റ് കുറയാനും പിന്നെ ജീവികളൊന്നും പുഴുവൊന്നും അടിയിലൂടെ കയറി വരില്ല, കാരണം ചീമക്കൊന്ന് നട്ട് കഴിഞ്ഞാൽ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ നൈട്രജൻ്റെ കണ്ടൻ്റാണ്, മണ്ണ് പാറ പോലെ ഉറക്കൂല, അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ടായിട്ട് ഞാൻ ചീമക്കൊന്ന കൊണ്ടുവന്നില്ല. അപ്പോൾ അടിയിലേക്ക് അത് നിരത്തിയിട്ട് അതിൻ്റെ മേലെ ഞാൻ സാദാ മണ്ണ്, നമുക്കിത് കുറേ കഴിഞ്ഞാൽ ഒന്ന് താവും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, വീണ്ടും ഇടാം. അടിച്ച് വാരി കൂട്ടിയതും അതും ഇതും ഒക്കെ ഇടാം. കരിയില, കമ്പോസ്റ്റ് എല്ലാം ഇടാം. ശീമക്കൊന്ന ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ശീമക്കൊന്ന നിങ്ങൾ ഇതാ ഈ ഒരു തണ്ട് നട്ടാൽ മതി. മഴക്കാലമാണ്, ഉണ്ടാവും. വെട്ടിപ്പോക്കാൻ നിങ്ങൾക്ക് എതിയിട്ടു. ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ഇനി നട്ട് കഴിഞ്ഞിട്ട് ഇതിന്മേൽ പണികളുണ്ട്. ഈസിയാണ്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടത് മെനക്കെടണ്ടെന്ന്. ഈസിയാണ്, അധ്വാനമൊന്നുമില്ല. കുപ്പികളെ കയ്യിൽ വേണമെന്ന് മാത്രം. ഇത് വെള്ള കുപ്പിയല്ല കേട്ടോ, ഇത്
ഇത് വേറെ ഏത് കുപ്പിയാന്ന് എനിക്ക് പറയാൻ പറ്റിയത്. 2 കൊല്ലം മുമ്പേ കൃഷി ചെയ്യുന്ന കുപ്പിയാണ്. ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. അപ്പം കൂടുതലും ഇതിലേക്ക് ഞാൻ നടാൻ പോകുന്നത് മുളച്ച ഉള്ളിയാണ്. ഇങ്ങനെ തൂക്കിയിട്ടാൽ ഉള്ളി സൂപ്പറായിട്ടുണ്ടാവും. എൻ്റെ ഇത് മുളച്ച് പോയി. നടട്ടെ, ഞാൻ കുറച്ച് വളട്ടാട്ടേന്ന് വിചാരിച്ചു. ഇത് എല്ലാം ഇതിലുണ്ട്. കരിയില കമ്പോസ്റ്റ് ഉണ്ട്, ചാണകപ്പൊടി ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞു. ഇനി നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ കുത്തി കൊടുത്താൽ മതി. ഒന്ന് വിട്ട് നട്ടാൽ 2 എണ്ണത്തിൽ നടാനുള്ള ഉണ്ട്. കുറച്ച് വലുതായിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് അങ്ങ് നടും. ഇപ്പം ഇവിടെ വെക്കട്ടെ. ഇതേ ഞാൻ ഇവിടെ സ്ഥിരമുള്ളൂ. ബാക്കിയുള്ള ഞാൻ ഒന്ന് പൊന്തിയിട്ട് വേറൊന്നിലേക്ക് നടും. അപ്പം ഞാനിവിടെ തൽക്കാലം അവിടെ വെച്ചതാണ്. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ഉള്ളി നട്ടു. ഈ ഉള്ളിക്ക് ഞാൻ പറഞ്ഞില്ല, ഇത്രയും വട്ടുണ്ടല്ലോ, ഈ വട്ടും താഴ്ചയുണ്ടല്ലോ, ഇത് ധാരാളം ചെറിയ ഉള്ളിക്ക് കേട്ടോ. ഒന്ന് നട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരു പച്ചക്കറി ഉള്ളി നട്ടു. അടുത്ത് വേറൊരു കുപ്പി. കൃഷി കൊല്ലം ചെയ്യുന്ന എൻ്റെ കൃഷിപ്പാത്രം തന്നെയാണ് കേട്ടോ. ഹോൾസ് ഉണ്ട്, എല്ലാം ചേർത്തിട്ട് തേച്ചേക്ക് ഇങ്ങോട്ട് എടുത്തതാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൽ ചെയ്ത പോലെ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ച് ഇതിലേക്ക് ഇടുക. ഇളമ്മയാണ് അങ്ങോട്ട് കമ്പോസ്റ്റ് ആയിക്കോളും. ഇലയാക്കി വേറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെ സാധാ മണ്ണ് എനിക്കിവിടെ ടിപ്പറിൽ ഇറക്കിയതാണ്. കാരണം നമുക്ക് ഈ മഴക്കാലത്ത് പോവാനൊന്നും കഴിയില്ല തോട്ടത്തിലേക്ക്. മുറ്റാണെങ്കിൽ കല്ല് പച്ചത് കൊണ്ട് അതിനും കഴിയില്ല. അപ്പോൾ മഴക്കാലത്ത് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ. ഇന്നിപ്പോൾ ഇവിടെ അവധിയായിരുന്നു, മഴക്കാല. നിങ്ങളെ ഭാഗത്തൊക്കെ എങ്ങനെയാണ്? വയനാട്ടിൽ ഇന്ന് സ്കൂളിന് അവധി. പക്ഷെ സാധാരണ പെയ്യുന്ന ശക്തിയായ മഴ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും മഴയുണ്ട്, പുറത്തിറങ്ങാനാവൂല. ഇപ്പം കുറച്ച് ചോർന്നിട്ടുണ്ട്. എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു. പേടിയാണ്, എവിടുന്ന എപ്പാന്നുള്ള ഒന്നും അറിയില്ല. പെട്ടെന്ന് അങ്ങ് മഴ പെയ്യുന്നിട്ട് അപകടം വന്നുകൂടിയല്ലേ. എല്ലാവരെയും പഠിച്ചോ കാക്കട്ടെ എല്ലാവരും. ഞാൻ ഈ പൊടി ഒന്ന് മണ്ണിലിട്ട് മിക്സാക്കുക. എന്നാൽ ഓരോന്നിങ്ങനെ മാറ്റിയിടണ്ടല്ലോ. മണ്ണൊക്കെ നല്ല നനവാ. കുറച്ച് മണലും കൂടെ ചേർത്താൽ നല്ലതാണ്. പിന്നെ വെയിറ്റ് കൂടും വിചാരിച്ചിട്ടാണ് ഞാൻ മണൽ ചേർക്കാത്ത. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നറിയോ? ഫസ്റ്റിന് ഉള്ളിയല്ലായിരുന്നോ, ഇനിയാണ് കൂർക്കൽ നടേണ്ട സമയം. അപ്പോൾ ഏത് കൂർക്ക അതെന്നറിയാം. എന്നോട് സംശയം ചോദിച്ചു, ഇത് പനിക്കൂർക്കയാണോ? അല്ല കേട്ടോ, ഇത് കറി വെക്കുന്ന കൂർക്കല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത്, അതായത് അത് നമ്മൾ ഈ കൂർക്കൽ എങ്ങനെ നടേണ്ടതെന്നറിയോ? ആർക്കെങ്കിലും നടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൂർക്ക കടയിൽ നിന്ന് ഉപ്പേരി വെക്കാൻ കൊണ്ടുവരുന്നില്ലേ, അത് കൊണ്ടുപോയി നടുക. നട്ട് കഴിഞ്ഞിട്ട് മുള വരും. മുള വന്നിട്ട് ഇതിൻ്റെ തണ്ടാണ് നടേണ്ടത്. നമ്മൾ മധുരക്കിഴങ്ങൊക്കെ പോലെ തന്നെ തണ്ട് പൊട്ടിച്ചിട്ടാണ് നടുന്നത്. ഇത് ആളായി വരുമ്പോൾ അതിമൊന്നും തണ്ട് പൊട്ടിക്കുക, അങ്ങനെ നടാട്ടോ. അപ്പോൾ കൂർക്കയാണ് രണ്ടാമത് കേട്ടോ. നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4 തണ്ട് ഇതിന് വേണ്ടു. ഇത് അത്രയും ചെറുതാ. സ്ഥലമില്ലാത്തവർക്കും പിന്നെ പുറത്ത് പോയി പണിയെടുക്കാൻ കഴിയാത്തവർക്കും ഒക്കെ പറ്റിയ സംഭവമാണ് ഇത്. ഒരു ഹാങ് ചെയ്ത് ഇങ്ങോട്ട് തൂക്കിയിട്ടാൽ മാത്രം മതി. ഇപ്പം നനയ്ക്കും വേണ്ട, കുറച്ച് കഴിഞ്ഞാൽ നനയ്ക്കും വേണം, അത്രേ വേണ്ടു. വെയിറ്റ് കുറവാണ്. അങ്ങനെ ഞാൻ ഒന്നിൽ ഉള്ളി നട്ടു, കൂർക്ക നട്ടു. ഇനി അടുത്ത് നടട്ടെ കേട്ടോ. എല്ലാ ഐറ്റംസും കുപ്പി ഇത് ഉപയോഗിച്ച് തന്നെ കേട്ടോ. അടുത്ത കുപ്പിയിൽ ഇതിൽ ഞാൻ എന്തൊക്കെയാണോ പോട്ടി മിക്സ് നിറച്ച് ഞങ്ങളെ കാണിച്ചു തന്നില്ലേ, അത് തന്നെയാണ്. അപ്പം വീഡിയോ നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങളെ കാണിക്കുന്നില്ല. നിറച്ച് കഴിഞ്ഞു. അതിലേക്ക് നടാൻ പോകുന്ന
പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ള എന്താണെന്നറിയാം, ഇത് ഇലവർഗത്തിൽ ഇതാണ് പൊന്നാങ്കണ്ണി. ഇതാ പൊന്നാങ്കണ്ണി കണ്ടോ? ഈ പൊന്നാങ്കണ്ണി നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഇത് വെയിൽ കൊണ്ടാണ് വളരുന്നതെങ്കിൽ ഇതിന് ചുവപ്പ് കളറ് വരും. വെയിലില്ലാത്ത സ്ഥലത്ത് അത് വളരുന്നതെങ്കിൽ ഇതുപോലെ പച്ച കളറാണ് വരുന്നത് കേട്ടോ. പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇത്. പൊന്നാങ്കണ്ണി ഇപ്പോൾ ഓൺലൈനൊക്കെ എല്ലാവരും വരുത്തി നടുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടിട്ടാണ് അങ്ങനെ വാങ്ങുന്നത് കേട്ടോ. ഇതിന് കണ്ണിന് നല്ല മങ്ങലുള്ളവർക്കും കാഴ്ചക്കുറവുള്ളവർക്കും ഒക്കെ ഇത് ഫസ്റ്റ് അത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പരസ്യം തന്നെ എന്താ അറിയോ, പകൽ പോലും നമ്മൾ നക്ഷത്രത്തെ കാണുന്നു, അത്രയ്ക്കും കണ്ണിന് പവറായിരിക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് എന്നാ പരസ്യം. അപ്പോൾ ഏതായാലും പൊന്നാങ്കണ്ണിക്ക് നടാൻ പറ്റിയതാണ് ഇങ്ങനെയുള്ള കുപ്പികൾ. ഞാൻ നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതങ്ങോട്ട് വെച്ച് അട്ടിക്കട്ടിക്ക് അങ്ങ് നട്ട് കൊടുത്താലുണ്ടല്ലോ നമുക്ക് 365 ദിവസം നമുക്ക് വിളവെടുക്കാനുണ്ടാവും. ഇത് പൊട്ടിക്കുന്തോറും ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകതയാണത്. പൊന്നാങ്കണ്ണി പിന്നെ എനിക്ക് അയച്ചു തരുമെന്നൊക്കെ എത്രയോ മെസ്സേജ് എനിക്ക് വരലുണ്ട്. പറഞ്ഞാൽ എനിക്ക് അയക്കാൻ കഴിയില്ല. എവിടെ വന്നാലൊക്കെ ഞാൻ എല്ലാവർക്കും പൊന്നാങ്കണ്ണി കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഡേയ്സി ഇങ്ങനെ കൊതിപ്പിക്കും, നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞു എനിക്ക് അയച്ചു തരാനെന്നുള്ളത്. ഞാൻ ആർക്ക് അങ്ങനെ അയക്കാൻ നിന്നാൽ എനിക്ക് അയക്കാൻ മാത്രമേ കഴിയൂ. അത്രക്കും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക എല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് ഒരു നഴ്സറി പോലെ തുടങ്ങിയാലോ എന്ന്. എന്താ നിങ്ങളെ അഭിപ്രായം? എന്നോട് സാധിക്കുമോ? അതെനിക്കറിയില്ല എനിക്ക് സാധിക്കുമോ എന്നുള്ളത്. എന്താ അങ്ങനെ ഞാൻ ഉള്ളി നട്ട് ഉരുളക്കിഴങ്ങ് പിന്നെ കൂർക്ക നട്ട് പൊന്നാങ്കണ്ണി നട്ട്. പൊന്നാങ്കണ്ണി ഞാൻ ഒരു കുപ്പിയിലല്ല 3-4 കുപ്പിയിൽ നടുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ഒരു കുപ്പിയിലേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ കുപ്പി കിട്ടണം. ഈ കൂർക്കക്ക് കുറച്ച് ഉരുണ്ടത്, കുറച്ച് താഴ്ചയൊക്കെ ഉള്ളത്, ഉള്ളിക്കൊക്കെ കിട്ടിയ പോലെ. ഇത് പിന്നെ മിനറൽ വാട്ടർ ഒഴിഞ്ഞ് കിടക്കുന്ന വലിച്ചെറിയുന്ന കുപ്പിയാണ്. ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം കുപ്പിൻ്റെ എണ്ണം. ഇതെല്ലാം ഒക്കെ ഈ പള്ളഭാഗം കട്ട് ചെയ്യുക ചെയ്തിട്ട്, പള്ളഭാഗം കട്ട് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത് കട്ട് ചെയ്യാൻ പ്രയാസമല്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, തീരെ പ്രയാസമല്ല. അതൊക്കെ കുറേ കൊല്ലമായതല്ല, എങ്ങനെയൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം കയറ് ഇവിടുന്നേ കൊടുക്കണം, എന്നാലേ നിൽക്കുള്ളൂ. ഞാൻ ഇതിലും കൂടെ നിറച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ 2 കുപ്പിയിൽ പൊട്ടി മിക്സ് നിറച്ചത് ഞങ്ങളെ കാണിച്ചില്ല, കാരണം അതേപോലെ തന്നെയല്ലേ നിറച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതിൽ തന്നെ ആയിരുന്നു ഞാൻ പൊന്നാങ്കണ്ണി നട്ടത്. നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാം ഞാൻ വിളവെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇതിലങ്ങ് നട്ടാൽ നമുക്ക് എന്തെങ്കിലും കൃഷി എടുക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറുക്ക് വിദ്യകളൊക്കെ മതി, നല്ലോണം ഉണ്ടാവും. ദിവസം വിളവെടുക്കാനുണ്ടാവും. കാരണം 5-6 ഉണ്ടെങ്കിൽ നമുക്ക് ദിവസം തന്നെ ഉണ്ടാവും. നനച്ചു കൊടുത്താൽ മതി. ഇത് പൊട്ടിക്കുന്തോറും ശാഖ ഉണ്ടാവും. അതതിൻ്റെ ഗുണം. പിന്നെ കൃഷി ചെയ്യാൻ താല്പര്യവും സ്ഥലവും ഇല്ലാത്തവർക്കാണെങ്കിൽ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഹാങ് ചെയ്യുന്ന ഒരു കുളത്ത് കിട്ടിയാൽ മതി. എന്നാൽ അത് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വീട്ടിലെ ആണുങ്ങളൊട്ട് ഇടങ്ങറാക്കണ്ട, എനിക്ക് പോട്ട് വാങ്ങിത്തരുമോ, എനിക്ക് അങ്ങനെ പറഞ്ഞൊരു ബുദ്ധിമുട്ടാക്കണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ വീടും പരിസരവും വൃത്തിയാവും. നമ്മൾ ചെയ്യുന്നത് നല്ലൊരു നന്മയും കൂടിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എല്ലാം വീണ്ടും ഉപയോഗിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ കറി വെക്കാൻ നോക്കുമ്പോൾ അതിന്മേൽ തണ്ടുണ്ടാവുമല്ലോ, ആ തണ്ട് കൊണ്ടുപോയി കുത്തി കൊടുത്താൽ ഇങ്ങനെ കുറേ നട്ട് പിടിപ്പിക്കുക. കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പീസ് കിട്ടിയാൽ മതി, നമുക്ക് തോട്ടം മുഴുവനും ആക്കിയെടുക്കുക. കൃഷി ടിപ്സുകളാണ് അതൊക്കെ. നമ്മളിങ്ങനെ ഓരോന്ന് ഓരോരുത്തരുതൊക്കെ കണ്ട് പഠിച്ച് അതുപോലെ കൃഷി ചെയ്തിട്ട് മക്കൾക്ക് നമുക്ക് വിഷരഹിത പച്ചക്കറി കൊടുക്കാമല്ലോ. ആണുങ്ങളൊക്കെ പോയിട്ട് പണിയെടുത്ത് കുടുംബം പോറ്റുക, വേറെ എന്തെല്ലാം ആവശ്യമുണ്ട്, പഠന ചെലവ്, അതിനൊക്കെ പൈസ കണ്ടെത്തുക. പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒരു മുറം പച്ചക്കറി പറിച്ച് കാണിച്ചു കൊടുക്കുക വീട്ടുകാർക്ക്, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഏത് കച്ചറുള്ള കുടുംബമാണെങ്കിലും ഹാപ്പി ആയിട്ട് സന്തോഷത്ത് പോയിക്കോളൂ ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ നമുക്കും ഒരു രസമാണ് സമയം പോവാൻ. വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു തളിര് വരുന്നത് കണ്ടാൽ മതി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട്. അതിന് എന്തൊരു സന്തോഷം. അതിന് പിന്നെ പൂ വരിക, കാ വരിക ഒക്കെ കഴിയുമ്പോൾ
പിന്നെ പൂച്ചെടി പിടിപ്പിക്കുക. ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിൽ പൂച്ചെടിയും പിടിപ്പിക്കുക. ഇഷ്ടംപോലെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ 5 കുപ്പിയിൽ ഞാൻ നട്ട് കഴിഞ്ഞു. ഒന്നിൽ ഉള്ളി, ഇതിൽ ഞാൻ കൂർക്ക, ഇത് 3ലും ഞാൻ പൊന്നാങ്കണ്ണി നടാൻ കുപ്പി എൻ്റെ അടുത്ത് ഇപ്പം തീർന്നു പോയി. ഇനി പെറുക്കാൻ പോണ റോട്ടുമേൽ. അങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ പറിച്ച് കട്ട് ചെയ്ത് വെച്ച് പോയി. ഞാൻ കുറേ നടാന്ന് വിചാരിച്ച് ഞാനത് വെള്ളത്തിൽ കുത്തി വെക്കുന്ന വേര് വന്നോട്ടെ. അപ്പം കുപ്പി കിട്ടുന്ന സമയത്ത് നമുക്ക് നടാം. അങ്ങനെയൊക്കെ ചെയ്യുക. ബാക്കി വന്നാലുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളത്തിൽ കുത്തി വെക്കുക. അത് പെട്ടെന്ന് വേര് വരും. നമ്മൾ നോക്കി കാണാം, അങ്ങനെ വരും. ഇനി നമുക്ക് ഇതെവിടെയാണ് ഞാനിത് ഫിറ്റാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നവീൻ ഇത്രയും പറിച്ചത് കൂടിപ്പോയി. ഇത്ര വേണ്ടേനു. ഇതെനിക്ക് എവിടുന്നാണ് കിട്ടിയെന്നറിയോ? എനിക്ക് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയി ആങ്ങളുടെ ഭാര്യ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് വെക്കുമ്പോൾ അവർക്ക് കിട്ടിയത് ആങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടിയ ആങ്ങളുടെ ഭാര്യൻ്റെ ഉമ്മ മലപ്പുറം ജില്ലയിലുള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു. അവിടുന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ വയനാട് ജില്ലയിലും എത്തി. അങ്ങനെ തന്നെ ഈ വിത്തുകളും തൈകളും ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. ഞാൻ പിന്നെ എനിക്കിഷ്ടപ്പെട്ടേ കിട്ടിയാൽ പിന്നെ ഞാൻ വിടൂരല്ലോ. അപ്പോൾ ഞാനിത് ബാക്കി വന്നത് കളയൂര. ഇതാ വെള്ളം കണ്ടോ? ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കുത്തി വെക്കും. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അതിൽ നിറയെ വേര് വരും. അപ്പോഴേക്കും എനിക്ക് കുപ്പിയൊക്കെ സംഘടിപ്പിക്കണം. എന്നിട്ട് വീണ്ടും ഞാൻ കുറേ തൂക്കിയിടും. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓരോരുത്തർ പറയുന്നത് നോക്കിയിട്ട് കാര്യമല്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. അങ്ങനെ അങ്ങ് മെനക്കെട്ട് വന്നാൽ അത് എന്തൊരു നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാൽ വരി. ഞാൻ കുറേ ഇങ്ങനെ ദിവസേന കൃഷി ചെയ്യും. എനിക്ക് എവിടെയും വെക്കാൻ സ്ഥലമില്ല, തിങ്ങിപ്പോയി. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം, ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിൻ്റെ ബാലൻസ്, ആ കമ്പി ഇവിടെ കെട്ടി തൂക്കി. ഇതാ ഓരോന്ന് ഇവിടേക്ക് ഇങ്ങനെ വെച്ചിതാ. ഇതാ പൊന്നാങ്കണ്ണി, ഇതാ ഉള്ളി അവിടെ, കൂർക്ക അവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ഞാൻ കുറച്ച് നിങ്ങൾ വിചാരിക്കൂ ഈ ചെടികൾക്ക് മറവല്ലേന്ന്. ഇവിടെ ഞാൻ ചെറിയ ഐറ്റ് വെക്കാത്ത ചെടികൾ മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. എല്ലാ സ്ഥലമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുക. അത്രയും ഇത് ഇവിടെയൊക്കെ കഴിഞ്ഞു. ഇതാ താഴെ നോക്കി ഇവിടെയൊക്കെ എല്ലാം ഒന്ന് വെക്കണേ വേറൊന്ന് എടുത്ത് മാറ്റണം. അങ്ങനത്തെ ഒരു പ്രശ്നം. സ്ഥലം കുറഞ്ഞിട്ട് സ്ഥലമുള്ളവർക്കൊക്കെ എന്തൊരു സുഖമാണ്. പിന്നെ അപ്പോൾ എൻ്റെ കുപ്പികൾ കൃഷി ചെയ്യുന്ന എൻ്റെ പച്ചക്കറി നടുന്ന വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.